കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണ്, ഇപ്പോൾ കേരളത്തിൽ എപ്പോഴും ഒരു വലിയ ഹൈപ്പ് നമ്മുടെ മാധ്യമ പ്രവർത്തകർ നൽകാറുണ്ട്. ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഈ ഹൈപ്പ് ഉണ്ടാവും. രാഹുലിനെ ചുറ്റിപ്പറ്റി രാഹുൽ തരംഗം ആഞ്ഞടിക്കുന്നു, രാഹുലിൻ്റെ ആ ഒരു കരിസ്മയിൽ സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ് വരും അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നുള്ള ഒരുപാട് പ്രഡിക്ഷൻസൊക്കെ നമ്മൾ മുമ്പ് കണ്ടതാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ബീഹാറിലും മുമ്പത്തെ പോലെ തന്നെ ഈ പ്രഡിക്ഷൻസ് എല്ലാം വെറുതെ ആകുമെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ്സിന് വലിയ സ്വാധീനമൊന്നും ഇല്ലാത്തൊരു സംസ്ഥാനമാണ് ബീഹാർ. അത് തർക്കമില്ലാത്തൊരു വസ്തുതയാണ്. പിന്നെ ഈ വോട്ടധികാര യാത്രയിൽ കണ്ട ആളുകളൊക്കെ RJDയുടെ വോട്ട് ബേസാണ്. അതായത് RJDയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഈ വോട്ടധികാര യാത്രയൊക്കെ ഒരു വമ്പൻ പരാജയമായിട്ട് ബീഹാറിൽ മാറുമായിരുന്നു. കാരണം സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്നൊരു സാഹചര്യം കോൺഗ്രസ്സിന് ഇല്ല എന്നുള്ളതാണ്. എന്നാൽ കോൺഗ്രസ് ഇപ്പോഴും ആ ഒരു പഴയ മൈൻഡ് സെറ്റിലാണ് നിൽക്കുന്നത്. കാരണം പണ്ട് ബീഹാറൊക്കെ ഒറ്റയ്ക്ക് ഭരിച്ച പാർട്ടിയാണ് ഞങ്ങൾ ഇപ്പോഴും എന്നാണ് അവർ ചിന്തിക്കുന്നത്. കുറച്ച് സീറ്റൊക്കെ വാങ്ങി RJDയുമായിട്ട് ഒരു ഒത്തുതീർപ്പൊക്കെ നടത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അല്പം സീറ്റുകളൊക്കെ ജയിക്കാനുള്ളൊരു സാധ്യത കോൺഗ്രസ്സിന് കാണുമായിരുന്നു. അല്ലാതെ ഇത് വെറുതെ ഇങ്ങനെ ഞങ്ങൾ വലിയ സംഭവമാണെന്ന് പറഞ്ഞാൽ ആ മുന്നണിയുടെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയി എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെയൊക്കെ പിടിവാശി തന്നെയാണ് ഈ ഒരു നിലയിൽ ഇപ്പോൾ ബീഹാറിലെ സീറ്റ് വിഭജനമൊക്കെ ഈ ലെവലിൽ എത്തിച്ചത്.